السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين برضا الله. أما بعد. ആദരണീയരായ സയ്യിദന്മാർ, ഉസ്താദന്മാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ, വാത്സല്യനിധികളായ ഉമ്മപങ്ങന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് പറ്റാവുന്ന സമയമല്ല. നമ്മളാരും അസർ നിസ്കരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സഹോദരിമാര് വീട്ടിലെത്തി അസർ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇനിയും നമ്മുടെ മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ദുആയും പ്രിയപ്പെട്ട സിദ്ദീഖ് സക്കാഫി ഉസ്താദിന്റെ പ്രഭാഷണങ്ങളൊക്കെയും നടക്കാനുണ്ട്. എങ്കിലും സാന്ദർഭികമായി ഒരു കാര്യം ഞാൻ ഉണർത്തുകയാണ്. ഈ മഹത്തായ സദസ്സ് കാണുമ്പോ എനിക്ക് സന്തോഷത്തിന്റെ കരച്ചൽ വരികയാണ്. കാരണം അതിന്റെ അടിസ്ഥാനപരമായി അതിനൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് ഈ സദസ്സ് ഇപ്പോൾ നേരിട്ട് കാണുമ്പോ സാധുവായ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് ബാക്കവി ഉസ്താദിന്റെ മുഖത്ത് നിന്ന് കാലങ്ങൾക്ക് മുമ്പേ അത് കണ്ടവന്, അത് ഞാനൊരു സന്തോഷത്തിന് വേണ്ടി ആ ഒരു മഹത്തായ സന്ദർഭം അനുസ്മരിക്കുകയാണ്. അന്നൊക്കെയും ഞാൻ റഷീദ് എന്നായിരുന്നു പ്രിയപ്പെട്ട അബ്ദുൾ റഷീദ് ബാക്കവി ഉസ്താദിനെ വിളിച്ചിരുന്നത്. എന്നേക്കാൾ വയസ്സ് കുറവാണ്. അദ്ദേഹത്തെക്കാൾ കുറച്ച് കിതാബൊക്കെ അന്ന് ഞാൻ ഓതിയത് കൊണ്ട് ഞാൻ അന്ന് റഷീദ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇന്ന് അങ്ങനെ വിളിക്കാൻ ഞാൻ പേടിക്കുകയാണ്. ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അന്ന് ഞാൻ റഷീദിനെ കാണുമ്പോ ഈ മുതഅല്ലിമിനെ നല്ലൊരു ദറസിൽ കൊണ്ടുപോയി ആക്കിയാൽ ഈ ഒരു മുതഅല്ലിമിലൂടെ ഒരുപാട് മുതഅല്ലിമീങ്ങൾ വളർന്നു വലുതാകുമെന്ന് കാലങ്ങൾക്ക് മുമ്പേ ഇന്ന് അബ്ദുൾ റഷീദ് ബാക്കവിയുടെ മുഖത്ത് നിന്ന് സാധുവായ ഞാൻ മനസ്സിലാക്കിയത്, പ്രിയപ്പെട്ട റഷീദ് ബാക്കവി ഉസ്താദ് ആ കാര്യം ഒരിക്കലും നിരസിക്കുകയില്ല എന്ന് എനിക്കറിയാം. വലിയ ഒരു ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. ഏതായിരുന്നാലും അന്നത്തെ ഭാഷയിൽ ഞാൻ റഷീദിനെ കൂട്ടി ചാലിയം പകര ഹസൻ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി ആക്കാൻ തീരുമാനിച്ചു. ഒരു രാവിലെ 10 മണിക്കല്ലേ, 10 മണിക്കാണ്. അന്നത്തെ ഭാഷയിലാ ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ഞാൻ റഷീദ് എന്ന് പറയില്ല. മുതഅല്ലിമീങ്ങൾ ഉസ്താദന്മാരുടെ പേര് പറയാൻ പാടില്ല. അന്നത്തെ ആ ഹിക്കായത്തായി നിങ്ങൾ കൂട്ടിയാൽ മതി. റഷീദിനെ കൂട്ടി ചാലിയത്ത് മഹാനായ ശൈഖുന ഓക്കെ ഉസ്താദ് കാലങ്ങളോളം ദർസ് നടത്തിയ ആ ജുമഅത്ത് പള്ളിയുടെ ഹൗലും കരയിലെത്തിയപ്പോ ചാലിയം പകര ഹസൻ ഉസ്താദ് എന്നോട് പറഞ്ഞു, സാദിഖ് ഹസനി, ഇവിടെ ഉള്ള കുട്ടികൾക്ക് തന്നെ ഭക്ഷണം കൊടുക്കാൻ ഞാൻ കടന്ന് ഇടങ്ങളാവുകയാണ്. 130ഓളം മക്കൾ ഇവിടെ ഉണ്ട്. അവർക്കുള്ള ഭക്ഷണം കൊടുക്കാൻ സൗകര്യമില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് ചാലിയം പകര ഹസൻ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഈ റഷീദ് എന്ന് പറയുന്ന കുട്ടി ഈ ഹൗലിലെ വെള്ളം കുറിച്ച് കിതാബ് ഓടിക്കോ. നിങ്ങൾ ഭക്ഷണം ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ ഒരു ഭക്ഷണം കൊടുക്കണ്ട. ഈ ഹൗലിലെ വെള്ളം കുടിച്ച് ആ കുട്ടി കിതാബ് ഓതും. 4 കൊല്ലം അതല്ലെങ്കിൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ കുട്ടി നിങ്ങളുടെ ദർസിൽ അറിയപ്പെട്ടൊരു മുദരീസാകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. റഷീദ് ബാക്കവി ഉസ്താദ് ആ വാക്കിന് വളരെ ദീർഘസാക്ഷിയാണ്. ഞാൻ സുദീർഘമായി പറയുകയല്ല. അൽഹംദുലില്ലാ, ഇന്നും പകര ഉസ്താദ് എന്നെ കണ്ടാ പറയും, സാദിഖ് ഹസനി, അന്ന് ഞാൻ റഷീദിനെ എന്റെ ദർസിൽ എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് വലിയ ഒരു നഷ്ടമായിരുന്നു സംഭവിച്ചിരുന്നത്.
അൽഹംദുലില്ലാഹ് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ മുഖസ്തുതിയല്ല എന്റെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും എന്റെ അലിയന്റെയും എനിക്ക് ബന്ധപ്പെട്ട പലവരുടെയും മക്കള് ആ ദറസിൽ പഠിക്കുന്നുണ്ട്. വലിയ മാറ്റമാണ്. എന്റെ ജ്യേഷ്ഠന്റെ മോൻ അബ്ദുൽ ബാസിത്ത്, അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകട്ടെ. ഒരിക്കൽ ഒരാവശ്യത്തിന് ഓൻ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ നടുവട്ടം ജനതാ ഹൈസ്കൂളിൽ ചെന്നപ്പോ ഓന്റെ മാഷ് പറഞ്ഞു, ഭൂമിക്ക് വത്തക്കാണ്ടിണ്ടെങ്കിൽ ബാസിത്ത് പിടിച്ചു കുലിക്കുന്നു. അത്രയും വികൃതിയാണ്, അത്രയും വികൃതിയാണ് ആ ബാസിത്തൊക്കെയും. 100% മാറ്റം വന്നത്. ഇന്നും വീട്ടിൽ വന്നാൽ ദുഹാ നിസ്കാരവും കാര്യങ്ങളൊക്കെയും വളരെ കറക്റ്റാ. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഈ ദറസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉമ്മമാരോട്, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച മാതിരി അവരെ കല്യാണത്തിന് പോവാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾക്ക് സൗകര്യപ്രദമായി റഷീദ് ബാക്കവി ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ലഭിച്ചോളണമെന്നില്ല. ചില രക്ഷിതാക്കന്മാർ എന്നോട് പറയാറുണ്ട്, ബാക്കവി ഉസ്താദ് കുട്ടികളെ പെട്ടെന്ന് അയക്കണില്ല. ഞാൻ പറഞ്ഞു, അതിലൊന്നും നിങ്ങൾ പരാതിപ്പെടണ്ട, അതെല്ലാം നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, 2 മാസോ 1 മാസോ കൂടുമ്പോഴായിരിക്കും ആ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. നിങ്ങൾ എല്ലാം സഹിച്ച് മറന്ന് ആ മക്കളെ ഈ ദറസിൽ നിങ്ങൾ നിലനിർത്തിയാൽ അൽഹംദുലില്ലാഹ് അത് നാളെ ആഖിറത്തിൽ നമുക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ്, ചിലപ്പോൾ പലവരുടെയും മക്കള് ദറസിൽ പഠിക്കാത്തവരുണ്ടാകും. അവരോടൊരൊറ്റ വാക്ക് പറയുന്നു, നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരുടെ മയ്യത്തുകളും ബർസഖിയായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഖബറിലേക്ക് ഇറക്കുമ്പോ ആ ഖബറിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് 7 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു സൂറത്ത് ചൊല്ലി, എന്റെ ഉമ്മയുടെ ഖബർ, എന്റെ ഉമ്മയുടെ മയ്യത്താണ് ഈ ഖബറിലേക്ക് ഇറക്കുന്നത് എന്ന ബോധമുള്ള ഒരു മകൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ ദറസ് നിലനിർത്തി നമുക്ക് ബന്ധപ്പെട്ടവരുടെ മക്കളൊക്കെയും ഈ ദറസിൽ ചേർത്ത് അല്ലെങ്കിൽ അതുപോലത്തെ ദറസിൽ